എല്ലാവർക്കും അല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി പോകുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്, ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. പതിവ് പോലെ പശുക്കുട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ എല്ലായിടത്തും കാണാം പശുക്കൾ. ഇവിടെ സ്ട്രീറ്റുകളാണ് കൂടുതലുള്ളത്. നല്ല ആളും തിരക്കും ബഹളമാണ് ഇവിടെ പോയാലും. ഡ്രസ്സുകൾക്കും അതുപോലെ നമ്മുടെ വള മാല അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്, ചെരുപ്പ്, ഇതൊക്കെ വാങ്ങാനായിട്ട് ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വിലക്കുറവാണ്. ഇതിവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, മീററ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ ഈ സ്ട്രീറ്റ് മൊത്തവും ഡ്രസ്സിൻ്റെതാണ്. ബണ്ടിലായിട്ട് 4-5 എണ്ണമൊക്കെ നമ്മുടെ നാട്ടിൽ 700 രൂപ 800 രൂപയ്ക്കൊക്കെ കിട്ടുന്ന മെറ്റീരിയൽ ഇവിടെ ഒരു 250 രൂപയ്ക്കൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. പലരും ഇവിടുന്ന് വാങ്ങിയിട്ടാണ് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്നത് കടകളിൽ. എനിക്കൊരുപാട് വിലക്കുറവ് തോന്നിയിട്ടുണ്ട്. പിന്നെ ചില സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി വാങ്ങണം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിവിടെ കണ്ടതാണ് ഒരു ക്ലോക്ക് ടവർ. അതെ, സൈക്കിളിൻ്റെ ഷോപ്പുണ്ട്. നാട്ടിൽ എൻ്റെ കുട്ടിക്ക് ആദ്യമൊരു കുഞ്ഞ് സൈക്കിൾ വാങ്ങുമ്പോൾ 4500 രൂപയാണ്. ഇപ്പോൾ അത് വലിയ സൈക്കിളിനൊക്കെ നാട്ടിൽ 7000 അത്രയൊക്കെയാണ്. പക്ഷേ ഇവിടെ 4500 അത്രയൊക്കെ ഒരുപാട് വിലക്കുറവിൽ കിട്ടാറുണ്ട്. സാധനങ്ങളൊക്കെ ഇവിടുന്ന് ഷോപ്പ് ചെയ്യാൻ, ഈ വക സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇതാണ് ഇലക്ട്രിക് ഓട്ടോ. അന്ന് നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ കണ്ടില്ലേ, ഇതിനകത്ത് കയറിയിട്ടാണ് പോയത്. കയറി ഇരുന്നാൽ താഴെ വീഴുമെന്ന് തോന്നും, അതുമാതിരി. പിന്നെ ഈ ടവർ കടന്ന് ചെല്ലുമ്പോൾ കാണുന്നതെല്ലാം ക്ലോക്കിൻ്റെ കടകളാണ്. അപ്പുറം 2 സൈഡും ക്ലോക്കിൻ്റെ കടകളാണ്. ഈ ടവറിനുള്ളിൽ, ഈ ടവർ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ശരിക്കും നമ്മൾ വാങ്ങിയ കട അപ്പുറമാണ്. ടവറൊക്കെ ഒന്ന് കണ്ട് നോക്കാം എന്നും പറഞ്ഞു വന്നത്. ഇതിനുള്ളിലോട്ട് ഒരുപാട് കടകളുണ്ട്. ഒരുപാട് നമ്മൾ ഉള്ളിലോട്ട് പോയിട്ടില്ല. പണ്ട് ഈ ഏരിയ ഒക്കെ വളരെ മോശമായിട്ടുള്ള സ്ഥലമായിരുന്നു, ആളുകൾ വളരെ മോശമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഗവൺമെൻറ്റൊക്കെ മാറി എല്ലാം അടിച്ചമർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടം ജീവിക്കാൻ കുറച്ച് ഭേദമാണ്, കുഴപ്പമൊന്നുമില്ല. ആളുകൾക്ക് പുറമേ നടക്കാനൊക്കെ പറ്റും. മറ്റേ തട്ടിപ്പും ആൾക്കാർ പിടിച്ചു പറിയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോൾഡൊന്നും ഇട്ട് വെളിയിൽ പോകാറേ ഇല്ല. ഇതിനകത്ത് എഴുതിയേക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്മരണാർത്ഥം പേര് കൊടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. 1-ാം സ്വാതന്ത്ര്യ സമരവും അഥവാ ശിപ്പായി ലഹളയുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു സ്ഥലമാണ് മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റ്. 1-ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഇവിടെയാണ്. അങ്ങനെ നമ്മളൊരു കടയിൽ വന്ന് കയറി. നിറയെ ഡ്രസ്സുകൾ ഉണ്ട്, ബണ്ടിലായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു ബണ്ടിൽ നമ്മൾ എടുക്കണം അങ്ങനെ എങ്ങാണ്ടാണ്. പക്ഷേ പുള്ളിക്കാരനുമായിട്ട് ഞങ്ങളൊരു കോംപ്രമൈസിലെത്തി. ഞങ്ങൾ ഇഷ്ടമുള്ളത് പലയിടത്തു നിന്ന് എടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു ബണ്ടിലെ തന്നെ എല്ലാം തന്നെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇത്രയും നമ്മൾ എടുത്തതാണ്. 4 മെറ്റീരിയലും 2 സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ചുരിദാറുമായിരുന്നു എടുത്തിരുന്നത്. നല്ല വിലക്കുറവാണ്. ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ സൈസിനുള്ളത് ഇല്ലായിരുന്നു. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരെണ്ണം ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു. എന്നേലും എൻ്റെ വണ്ണം കുറയുമ്പോൾ ഇടാമെന്നുള്ള പ്രതീക്ഷയിൽ എടുത്തതാണ്. ഡെലിവറിയൊക്കെ കഴിയുമ്പോൾ നോർമലി നമുക്ക് വണ്ണം കുറച്ച് വെക്കുമല്ലോ, അപ്പോൾ അങ്ങനെ എനിക്ക് ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ നന്നായി തിരഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്നു. പച്ച വെള്ളമാണ് ഈ കിടക്കുന്നത്, നിറയെ വേസ്റ്റുകളൊക്കെ ഉള്ളൊരു ഭാഗം. എല്ലായിടവും ഇങ്ങനെയല്ല കേട്ടോ, മീററ്റിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. വളരെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വശങ്ങളും ഉണ്ട്, മോശമായിട്ടുള്ള വശങ്ങളും ഉണ്ട്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അങ്ങനെ തിരിച്ചു വന്ന് ചോറും മാമ്പഴപ്പുളിശ്ശേരിയും പൊട്ടാറ്റോ ഫ്രൈയും ഇഞ്ചിക്കറിയൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചു. അങ്ങനത്തെ ഒരു വ്ലോഗ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.